വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റാ കവർ ഇമേജ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കവർ ഇമേജ് നമ്മൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരുപാട് പേര് ഓൾറെഡി യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. അത് ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് തന്നെ, അതായത് അതിൻ്റെ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ കവർ പിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് അടിപൊളിയായാലേ നമ്മളെ വീഡിയോ മറ്റുള്ളവർ കാണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കവർ പിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇത്, ഞാൻ ഒരു വീഡിയോ ഓവർലേ ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് റേഷ്യോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു റേഷ്യോയിലാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ശേഷം നമ്മൾ മീഡിയാസിൽ വന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഈ ഒരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഇതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇമേജിൽ കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതായത് ഈ ഒരു രണ്ടാമത്തെ അടിയിലുള്ള ഇമേജിൽ കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഈ ഒരു ഈ ഒരു എഫക്റ്റ് റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമില്ല അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഞാനിപ്പോൾ അതാ ഇവിടെ ലെങ്ത് വന്ന് ഞാൻ ഒരു 2.02, ഇൻറ്റൻസിറ്റി ഞാൻ വന്ന് ഒരു 4.21 ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം ത്രഷോൾഡ് വന്ന് ഞാനിവിടെ 0.56. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇൻറ്റൻസിറ്റി ഞാൻ കുറച്ച് കുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ നിങ്ങൾക്ക് വല്ല മാറ്റം വരുത്തണം, ഈ ഒരു കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെയർ, അതായത് ആ ഒരു വീഡിയോ ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഈ ഒരു ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു കളർ വന്ന് നമുക്ക് ഇഷ്ടമില്ല കളറാക്കി കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാക്കി കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു കളർ എടുക്കാൻ തോന്നുന്നു. ഈ ഒരു ഇമേജിന് മാച്ച് ആവുന്ന രീതിയിൽ ഈ ഒരു കളർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മളിവിടെ വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് നമ്മളിവിടെ സോൾഡ് കളർ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്യണം. ഈ ഒരു സോൾഡ് കളർ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം ഇതിൻ്റെ കളർ വന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മാച്ച് ആകുന്ന ഇമേജ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ മാച്ച് ആവുന്ന കളർ സെറ്റ് ചെയ്യുക. ഇതാ ഈ ഒരു കളറാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കളർ വേണ്ട, ഇതിൽ ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കളർ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹാർട്ടിൻ്റെ അടുത്ത് നിന്നായാലും പിന്നെ മറ്റേ ഇമേജിൻ്റെ അടുത്ത് നിന്നായാലും അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി കറക്റ്റ് ഇമേജ് സെറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു ജസ്റ്റ് ഈ ഒരു കളർ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ബ്ലർ പോയിട്ട് ഈ ഒരു ഗ്ലൂഷൻ ബ്ലർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് മൈനസ് ചെയ്ത് അതിൻ്റെ വാല്യൂ ഒരു 0.090 ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കൂടുതൽ എന്തെങ്കിലും എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ടെക്സ്റ്റാണ് ആഡ് ചെയ്യാനുള്ളത്. ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ ടെക്സ്റ്റ്, ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ളതിൽ പോവുക.
ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്ത് ടെക്സ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സാമന്ത എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ലെയർ സെലക്ട് ആയിട്ടില്ല. ഓക്കെ, ഞാൻ ഇവിടെ സാമന്ത എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സാമന്ത എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ കളർ വന്ന് നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് പോട്ടെ ടെക്സ്റ്റിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഫോണ്ട് സെറ്റ് ചെയ്യാം. ഫോണ്ടിൽ പോയിട്ട് ഈ ഒരു ഫോണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫോണ്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. ഓക്കെ, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ശേഷം അതിൻ്റെ കളർ വന്ന് ജസ്റ്റ് നമ്മളൊരു വൈറ്റ്, ഇപ്പം തൽക്കാലത്തേക്ക് ഒരു വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതൊന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വലുതാക്കി ഇവിടെ ഇതുപോലെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ലോങ് ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. ലോങ് ഷാഡോ, ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം അതിൻ്റെ സൈസ് വന്ന് നമ്മൾ ഒരു 0.10 സെറ്റ് ചെയ്യുക. 0.010 സെറ്റ് ചെയ്യുക. ശേഷം ആംഗിൾ വന്ന് നമ്മളൊരു 51.5 ഒക്കെ സെറ്റ് ചെയ്യുക. കളർ വന്ന് ബ്ലാക്ക് ആണ്. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തു. ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് വന്ന് നമ്മൾ ഒരു 56.9 ആക്കാം. ശേഷം ആൽഫ വന്ന് നമ്മൾ ഒരു 39 ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ഹാർഡ്നെസ് വന്ന് നമ്മൾ ഫുള്ളാക്കി മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ എക്സ്പ്ലോഷർ ആൻഡ് ഗാമ, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം അതിൽ എക്സ്പ്ലോഷർ വന്ന് നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഗാമ വന്ന് നമ്മൾ ഒരു കുറച്ചൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക, ഒരു 0.730. ഓക്കെ, ശേഷം ഓഫ്സെറ്റ് വന്ന് നമ്മൾ കുറച്ച് മൈനസ് ചെയ്ത് കൊടുക്കുക, ഒരു 0.25 ഈ ഒരു റേഞ്ച് സെറ്റ് ചെയ്യാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം നമുക്ക് ഇതിൽ ഇഷ്ടമില്ല കളർ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇഷ്ടമില്ല ഒരു കളർ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ യെല്ലോ കളർ കൊടുത്തിട്ട് നമ്മൾ തീമിന് മാച്ചായ. ഓക്കെ, ശേഷം നമ്മൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റിന് ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ബ്ലർ പോയിട്ട് ഈ ഒരു ഗൂഷ്യൻ ബ്ലർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 0.250 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ലെയർ, അതായത് ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റ് ആണെങ്കിൽ ലൈറ്റും കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒരു 70% കൊടുത്തിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ കളർ മാറ്റണം, ഇത് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കളർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലെയറും ഈ ഒരു റെക്റ്റാങ്കിളും തമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് ഗ്രൂപ്പ് ചെയ്യണം. അതിന് മുമ്പേ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കോപ്പി എടുത്ത് വെക്കുക. ശേഷം ഇത് രണ്ടും തമ്മിലൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ഒരു ടെക്സ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ NKL എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതാം, അല്ലെങ്കിൽ NKL എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ,
ശേഷം നമ്മളിവിടെ നേരത്തെ പോലെ ഈ ഒരു ഫോണ്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഫോണ്ട് സെറ്റ് ചെയ്യുക. ശേഷം ഞാനിവിടെ എഡിറ്റ്സ് മാത്രം ഇടാം, സാമന്ത എഡിറ്റ്സ്. ഓക്കെ. ശേഷം അതിൻ്റെ കളർ വന്ന് നമ്മൾ വൈറ്റ് ആക്കി കൊടുക്കുക. വൈറ്റ് ആക്കിയിട്ട് നമ്മളിവിടെ താഴെയായിട്ട് സെറ്റ് ചെയ്യാം ഇതുപോലെ. ഓക്കെ. ശേഷം കുറച്ച് വലുതാക്കി കൊടുക്കാം, ഇതുപോലെ സെറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ കളർ വന്ന് നമുക്ക് ഇഷ്ടമില്ല കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഒരു റെഡ് കളർ കൊടുത്താൽ ഓക്കെ, ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ ഷാഡോയൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഷാഡോ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു ഗ്രൂപ്പിലും നമ്മൾ ഷാഡോയും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആ ഒരു റെക്റ്റാങ്കിൾ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റെക്റ്റാങ്കിൾ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ എഡിറ്റ്സിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു ഈ ഒരു സാമന്ത നിലയിൽ ആഡ് ചെയ്ത എല്ലാ ടെക്സ്റ്റിൻ്റെ എഫക്റ്റും നമ്മൾ ഈ ഒരു എഡിറ്റ്സിലും കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ശേഷം നമ്മൾ ഇതാ ഇവിടെ ഗ്ലോയിൽ വന്നാൽ താഴേക്ക് വന്നാൽ ഇവിടെ ഒരു മഞ്ഞ കളറാണ്, അതൊരു റെഡ് കളറാക്കി സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു റെക്റ്റാങ്കിളും ഇതും തമ്മിലൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു സാമന്ത എന്ന് എഴുതിയാൽ ഈ ഒരു ഗ്ലോൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാർഡ് യെല്ലോ തന്നെ വേണം, ഈ ഒരു യെല്ലോ ആണ് വേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടി കട്ടി കൂടിയ യെല്ലോ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് കിട്ടുന്നത്. ഓക്കെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഡിറ്റ്സിന് വെള്ള കളർ കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിട്ടിരിക്കുന്നു. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലൊരു ഓവർലേയും കൂടി ആഡ് ചെയ്യാണ്ട്. ഇതാണ് ആ ഒരു ഓവർലേ എന്ന് പറയുന്നത്. ഈ ഒരു ഓവർലേ ആഡ് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റനിൽ സ്ക്രീൻ കൊടുക്കുക. സ്ക്രീൻ കൊടുത്തതിന് ശേഷം നമുക്കത് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ വെക്കാം. ഇപ്പോൾ ഈ ഒരു സാമന്ത എന്നെഴുതിയ ആ ഒരു ഭാഗത്തായിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഈ ഒരു ഇമേജ് അല്ല, വേറൊരു ഇമേജും കൂടി ഉണ്ട്, അത് ആഡ് ചെയ്യാം. ഞാൻ ഇത് ഈ ഒരു ഓവർലേ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓവർലേ എന്നിട്ട് ഞാനിതാ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ നിങ്ങളുടെ അനുസരിച്ച് വിട്ടിരിക്കുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടിരിക്കുന്നു. ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് യെല്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂ ഷിഫ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മാച്ചായ കളർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതിന് മാച്ചായ ഒരു കളർ എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ കളർ തന്നെ കൊടുക്കാൻ തോന്നുന്നു. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാൻ വിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്, ഒരു പിങ്ക്. ഓക്കെ, ഈ ഒരു കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വളരെ സിമ്പിളാണ്. അപ്പം ഒരു തംബ്നെയിലിൻ്റെയാണ്. അപ്പോൾ വീഡിയോ ലെങ്ത് ആയത് ഈ ഒരു ഓവർലേയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.